അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് പെർസെപ്ഷൻ അതുപോലെ ഡിസിഷൻ മേക്കിംഗ് എത്രമാത്രം ഓർഗനൈസേഷൻ ബിഹേവിയറൽ ഇമ്പോർട്ടൻസ് ആണ് എന്നതിനെ പറ്റിയാണ്. അതായത് ഒരാളെ കാണുമ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ പുറം മോടിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും നമ്മൾ ഗ്രഹിച്ചെടുക്കുന്ന അറിവുകളെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഗ്രഹണശേഷിയാണ് നമ്മൾ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതുമൂലം അദ്ദേഹത്തിന് വേണ്ടി നമ്മളെടുക്കുന്ന തീരുമാനങ്ങളുടെയൊക്കെ ഇൻഫ്ലുവൻസൊക്കെ എത്രമാത്രം ഉണ്ട് എന്നുള്ളതൊക്കെ അറിയിക്കാനുള്ളതാണ് ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമ്മുടെ അടുത്തേക്ക് ഒരാൾ ഒരു CV ആയിട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ശരീരമൊക്കെ നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ഡ്രസ് കോഡും അതൊക്കെ നോക്കി നമ്മളൊരു ഓൾറെഡി ഒരു എക്സ്റ്റേണൽ ഇവാലുവേഷൻ നമ്മൾ നടത്തും. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ CV വായിച്ചു നോക്കിയിട്ട് നമ്മൾ പിന്നീട് അവരുടെ ഇൻറ്റേർണൽ ഇവാലുവേഷൻ നടത്തും. അപ്പോൾ നമ്മൾ ആദ്യം അദ്ദേഹത്തെ കണ്ടപ്പോഴുള്ള നമ്മുടെ പെർസെപ്ഷനും പിന്നീട് വന്ന അദ്ദേഹത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയപ്പോഴുള്ള നമ്മുടെ തീരുമാനങ്ങളും അതിനുശേഷം നമ്മളെടുക്കുന്ന ഡിസിഷനൊക്കെ എത്രമാത്രം OBയിൽ എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്റർ ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതാണ്. ഒരാൾ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ എൻവിറോൺമെൻറ്റ്, അദ്ദേഹത്തിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്നിവ മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാതെ അദ്ദേഹത്തിന് പുറമോടി നോക്കിക്കൊണ്ട് നമ്മുടെ സെൻസറി ഇംപ്രഷൻ, അതിനെയാണ് നമ്മൾ പെർസെപ്ഷൻ എന്ന് പറയാം. നമ്മുടെ കാഴ്ച കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന രൂപത്തെയാണ് പെർസെപ്ഷൻ എന്ന് പറയാം. അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഈ ഒരു പെർസെപ്ഷൻ നടക്കൽ പ്രധാനമായിട്ടും 3 രൂപത്തിലാണ്. അതിലൊന്ന്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മോട്ടീവ്, നമ്മുടെ ഇൻട്രസ്റ്റ് ഇതൊക്കെ വെച്ച്, അല്ലെങ്കിൽ പാസ്റ്റ് എക്സ്പീരിയൻസുകൾ വെച്ചിട്ട് നമ്മളെ തന്നെ അളക്കുന്ന ഒരു രൂപം. രണ്ടാമത്തത്, ടാർഗറ്റുകൾ വെച്ച് അളക്കുന്ന മറ്റൊരു രൂപം. അതായത് ഒരാളിൽ അദ്ദേഹത്തിൻ്റെ സൈസ് എത്രമാത്രം ഉണ്ട്, അദ്ദേഹത്തിൻ്റെ എത്രമാത്രം ഈ ഒരു ഫീൽഡിൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ടാർഗറ്റ് ബേസ് ചെയ്തിട്ടുള്ള പെർസെപ്ഷൻ. മൂന്നാമത്തത്, സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടുള്ള പെർസെപ്ഷൻ. സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്ക് സെറ്റിംഗ് എങ്ങനെയാണ്, അദ്ദേഹം ടൈമിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, അതുപോലെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ കോണ്ടക്സ്റ്റ് എങ്ങനെയാണ് എന്നതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള പെർസെപ്ഷനാണ് സിറ്റുവേഷണൽ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്യുന്നത് ആട്രിബ്യൂഷൻ തിയറി. അതായത് നമ്മൾ ഇദ്ദേഹത്തെ ഇങ്ങനെ ജഡ്ജ് ചെയ്യണം, ഇങ്ങനെ ജഡ്ജ് ചെയ്യുമ്പോഴുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആട്രിബ്യൂഷൻ തിയറി എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ള ആളുകളുടെ സ്വഭാവം വെച്ചിട്ട് നമ്മൾ അദ്ദേഹത്തിന് വിലയിരുത്താൻ വേണ്ടി പോകണം. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തുകൊണ്ട് അദ്ദേഹം ആ കാര്യം ചെയ്തു, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തില്ല എന്നതൊക്കെ തിയറൈസ് ചെയ്യുകയാണ് ആട്രിബ്യൂഷൻ തിയറിയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ സത്യത്തിൽ 2 തരം ആട്രിബ്യൂഷൻ തിയറികളാണുള്ളത്. അതിൽ ഒന്നാണ് ഇൻറ്റേർണൽ ആട്രിബ്യൂഷൻ, 2 എക്സ്റ്റേണൽ ആട്രിബ്യൂഷൻ. എന്ന് വെച്ചാൽ ഇൻറ്റേർണൽ ആട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇത് പ്രധാനമായിട്ടും പ്രശ്നങ്ങളുമായിട്ട് സമ്മേളിക്കുമ്പോഴാണ് ആട്രിബ്യൂഷൻ തിയറിയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഒരാൾ മീറ്റിങ്ങിന് വിളിച്ചപ്പോൾ അദ്ദേഹം ഫോൺ എടുത്തിട്ടില്ല, അദ്ദേഹം റിപ്ലൈ തരുന്നില്ല. അപ്പോൾ നമ്മളെന്ത് മനസ്സിലാക്കി, അദ്ദേഹം ഓനിപ്പോൾ ഈ മീറ്റിങ്ങിന് വരാൻ ഭയങ്കര മടി കാണിക്കുന്നുണ്ട്, സോ ഓന് മിക്കവാറും ഈ ഒരു മീറ്റിംഗ് സ്കിപ്പ് ചെയ്യാനാണ് സാധ്യത എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ ഇൻറ്റേർണൽ ആട്രിബ്യൂഷനാണ് നടക്കുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി, ക്യാരക്ടറും, കാരണം നമുക്ക് അദ്ദേഹത്തിൻ്റെ സാഹചര്യം എന്താണെന്ന് മനസ്സിലായിട്ടില്ല, പക്ഷേ നമ്മൾ എന്ത് ചെയ്തു, അവിടെ ഒരു ഇവാലുവേഷൻ നടത്തി. അപ്പോൾ ഇവിടെ നടന്നത് ഇൻറ്റേർണൽ ആട്രിബ്യൂഷൻ. ഇനി എക്സ്റ്റേണൽ ആട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ട്രാഫിക്കിൽ പെട്ടതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ മീറ്റിങ്ങിന് വരാൻ വൈകിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെ അതൊരു എക്സ്റ്റേണൽ ഫാക്ടറുമായി ബന്ധപ്പെട്ടതാണ്. സ്വാഭാവികമായിട്ടും ഇതാണ് എക്സ്റ്റേണൽ ആട്രിബ്യൂഷനായിട്ട് പറയുന്നത്. ഇനി ആട്രിബ്യൂഷൻ തിയറിയുടെ കുറച്ച് ഫാക്ടേഴ്സാണ്, 3 ഫാക്ടേഴ്സാണ് പ്രധാനമായിട്ടും ഉള്ളത്. അതിലൊന്ന് ഡിസ്റ്റിങ്റ്റീവ്നെസ്, എന്ന് വെച്ചാൽ ഇദ്ദേഹം സിറ്റുവേഷനുകൾക്കനുസരിച്ച് ഡിഫറൻ്റായിട്ട് പെരുമാറുന്നുണ്ടോ എന്നതാണ് ഡിസ്റ്റിങ്റ്റീവ്നെസ് ചർച്ച ചെയ്യുന്നത്. കോൺസെൻസസ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾ ഈ ഒരു സെയിം സിറ്റുവേഷനിൽ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക. മൂന്നാമത്തെ, കൺസിസ്റ്റൻസി, ഈ ഒരു വ്യക്തി എല്ലാ
സമയത്തും ഇതുപോലെ തന്നെയാണോ ബിഹേവ് ചെയ്യാറുള്ളത്? അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷനോ ബാക്ക്ഗ്രൗണ്ടോ വെച്ച് ഇനി എന്താ പറയുക, സന്ദർഭങ്ങൾക്കനുസരിച്ച് കൊണ്ട് അദ്ദേഹം സിമിലറായിട്ട് തന്നെയാണോ ബിഹേവ് ചെയ്യാറുള്ളത്? അല്ല, ഓരോ സെയിം സിറ്റുവേഷനിൽ അദ്ദേഹം ഡിഫറൻ്റ് ആയിട്ടാണോ ബിഹേവ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നതാണ് കോൺസ്റ്റൻസി തിയറി എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ആട്രിബ്യൂഷൻ തിയറി എത്രമാത്രം ഡേഞ്ചറസ് ആണ് എന്ന് മനസ്സിലാക്കാനുള്ള കുറച്ച് ഉദാഹരണങ്ങളാണ് പറയുന്നത്. അതിലൊന്നാമത് ഫണ്ടമെൻ്റൽ ആട്രിബ്യൂഷൻ എറർ എന്ന് പറയുന്നത്. അത് നമ്മൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് വെച്ചുകൊണ്ട് നമ്മൾ ഒരാളെ അളന്ന് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് വെച്ചുകൊണ്ട് ഒരാളെ അളന്ന് നോക്കുമ്പോഴാണ് ഈ ഫണ്ടമെൻ്റൽ ആട്രിബ്യൂഷൻ എറർ വരിക. എന്ന് വെച്ചാൽ ഒരാൾ മീറ്റിങ്ങിന് വരാൻ വേണ്ടി വൈകി, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, അദ്ദേഹം ലേസിയാണ് എന്ന് പറയുന്നതിലുപരി അദ്ദേഹം ട്രാഫിക്കിൽ കുടുങ്ങിയത് കൊണ്ടായിരിക്കും വൈകിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ ഫണ്ടമെൻ്റൽ ആട്രിബ്യൂഷൻ എററിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എക്സ്റ്റേണൽ ഇവാലുവേഷനാണ് നടത്തേണ്ടത് എന്നർത്ഥം. രണ്ടാമത് സെൽഫ് സെർവിങ് ബയാസ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ വല്ല ഫെയിലിയറോ അതിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കുറ്റം പറയുക. അതാണ് സെൽഫ് സെർവിങ് ബയാസ് എന്ന് പറഞ്ഞാൽ. അത് നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും എന്നുള്ളതുകൊണ്ടാണ് അതിവിടെ ചർച്ച ചെയ്തത്. പിന്നെ മൂന്നാമത്തത് മെൻ്റൽ ഷോർട്ട് കട്ട്സ് ദാറ്റ് മിസ്ലീഡ് അസ്. അപ്പോൾ കുറച്ച് നമ്മളെ മിസ്ലീഡ് ചെയ്യുന്ന കുറച്ച് മെൻ്റൽ ഷോർട്ട് കട്ടുകളാണ് ഇനി ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിലൊന്നാമതാണ് സെലക്റ്റീവ് പെർസെപ്ഷൻ. അതായത് നമ്മുടെ ഇൻട്രസ്റ്റിനനുസരിച്ച്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ച് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഒരാളെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇവിടെ സെലക്റ്റീവ് പെർസെപ്ഷനാണ് ഉള്ളത്. അതായത് നമ്മൾ അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ സെലക്ട് ചെയ്തുകൊണ്ട് പെർസെപ്ഷൻ നടത്തുകയാണ് അവിടെ ചെയ്യുന്നത്. നമ്മൾ ഉദാഹരണത്തിന് നമ്മളൊരു കച്ചവടം ചെയ്യുമ്പോൾ നമ്മളെ അടുത്ത് നിന്ന് സാധനം വാങ്ങാൻ വേണ്ടി വരുന്ന ആളുടെ റവന്യൂ നോക്കിക്കൊണ്ട് അദ്ദേഹത്തിന് വിൽക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വില പേശുക. അപ്പോൾ ഇവിടെ സെലക്റ്റീവ് പെർസെപ്ഷനാണ് നടന്നത്. ഇനി ഹാലോ എഫക്റ്റ് എന്ന് പറയുന്ന മറ്റൊരു ഷോർട്ട് കട്ട് ഉണ്ട്. അത് നമ്മൾ ഒരാളുടെ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട്, ഒരാൾ സ്മാർട്ടാണെങ്കിൽ അദ്ദേഹത്തിനോട് ആ ഒരു രൂപത്തിൽ വളരെ കെയർ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനോട് ബിഹേവ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുന്നു. അല്ലെങ്കിൽ അദ്ദേഹം വളരെ റിഗറസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ആ രൂപത്തിൽ നമ്മൾ അദ്ദേഹത്തിനോട് ബിഹേവ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഹാലോ എഫക്റ്റ് എന്ന് പറയുന്നത്. മൂന്നാമത് കോൺട്രാസ്റ്റ് എഫക്റ്റ് എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മൾ ഒരാൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അദ്ദേഹം ഇതിന് മുമ്പ് എങ്ങനെയാണോ നമ്മളോട് ബിഹേവ് ചെയ്തത്. ഉദാഹരണത്തിന് നമ്മൾ ഒരാളുമായിട്ട് സെക്കൻഡ് ടൈമിലാണ് കണ്ടുമുട്ടുന്നത്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിന് സെക്കൻഡ് ടൈം കണ്ടുമുട്ടുന്ന സമയത്ത് നമ്മൾക്ക് ഓർമ്മ വരികയാണ്, അദ്ദേഹത്തിന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടപ്പോൾ അദ്ദേഹം വളരെ മാന്യമായിട്ടാണ് നമ്മൾ സംസാരിച്ചത്, ഇതിലും അതുപോലെ തന്നെ ആയിരിക്കും സംസാരിക്കുക എന്നൊരു പെർസെപ്ഷൻ അവിടെ നടത്തുമ്പോൾ കോൺട്രാസ്റ്റ് എഫക്റ്റാണ് അവിടെ സത്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ. പിന്നെ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരാളെ നമ്മൾ അളന്ന് നോക്കുമ്പോൾ അദ്ദേഹം ഏത് പാർട്ടിക്കാരനാണ്, ഏത് ഗ്രൂപ്പുകാരനാണ്, അപ്പോൾ ആ ഗ്രൂപ്പുകാരുടെ അല്ലെങ്കിൽ ആ പാർട്ടിക്കാരുടെ ആ സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടാകും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിനെ ബിഹേവ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴാണ് സ്റ്റീരിയോ ടൈപ്പിംഗ് ഇവിടെ വരിക. ഇനി നമ്മൾ അടുത്തായിട്ട് കുറച്ച് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ മോഡൽസുകളാണ് ചർച്ച ചെയ്യുന്നത്. അതിലൊന്നാമത്തെ റേഷണൽ ഡിസിഷൻ മേക്കിംഗ് മോഡൽ, അതായത് റേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡിസിഷൻ മേക്ക് ചെയ്യാം. രണ്ടാമത്തത് ഇൻറ്റ്യൂറ്റീവ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മൾ ഇൻറ്റ്യൂഷൻ വെച്ചുകൊണ്ട് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് നടത്തുക. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള 2 മോഡലുകളാണ് നമുക്ക് പറയുന്നത്. അപ്പോൾ പെർസെപ്ഷൻ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഓർഗനൈസേഷൻ ബിഹേവിയറിൽ എന്നതാണ് നമ്മൾ ഈ ഒരു പാഠത്തിൽ ചർച്ച ചെയ്തത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.